ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോട്ടർ മൂവി വീഡിയോ. ഇന്ന് ഒരു പടമുണ്ട്. പടത്തിൻ്റെ പേര് മസക്ക. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് സന്ദീപ് കിഷൻ, രാഹുൽ രമേശ്, ഋതു വർമ്മ, സന്ദീപ് കിഷാനി, ശ്രീനിവാസ് റെഡ്ഡി, രഘുബാബു എന്നിവരാണ് പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ പടം തീപ്പൊരൊന്നും നല്ല ഒരു സാധാരണ ഒരു നല്ല പടം, ഒരു ഡീസൻറ്റ് മൂവി എന്നാണ് പറയാം. പിന്നെ റേറ്റിംഗ് 4 stars/5. മറ്റേ 10 എന്നാണെങ്കിൽ 9/10. പടത്തിൻ്റെ ഡയറക്റ്റ് ചെയ്തെന്ന് എനിക്കവിടെ സോറി ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പടത്തിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ലിയോൺ ജെയിംസ് ആണ്. മീൻസ് ഓമേഗഡൂള്, സഭാനായകൻ, പിന്നെ നമ്മുടെ ഡ്രാഗൺ സിനിമയിലെ അതിൻ്റെ ഒക്കെ മ്യൂസീഷ്യനാണ്, മീൻസ് മ്യൂസിക് ഡയറക്ടർ. ഇനി ഇങ്ങോട്ട് അടുത്ത് വരാൻ പോണ സുധീർ ബാബുവിൻ്റെ ഗുവാഹട്ടി സിനിമയാണ്. സുധീർ ബാബു അല്ല, സുധീർ ആനന്ദ് മാറിപ്പോയി. കോളിംഗ് സഹസ്ര എന്നുള്ള സിനിമയുടെ ഇത് നായകനായിട്ട് വന്നിട്ടുണ്ട് ചെറുക്കൻ. പിന്നെ കോട്ട എന്ന സിനിമ ഒരു തെലുങ്ക് സിനിമയാണ്. ഞാൻ ഉദ്ദേശിച്ച വിജയുടെ കോട്ടയാണെന്നെങ്കിലും പറഞ്ഞതിന് ഞാൻ കിട്ടുന്നത് അതല്ല. ഇത് വേറെ അത് ആക്ഷൻ. വിജയിൻ്റെ കോട്ട എന്ന് പറയുന്ന ആക്ഷൻ, ഇത് റൊമാൻറ്റിക് ആക്ഷൻ ഉദ്ദേശിക്കുന്നത്. കേട്ടോ, പടത്തിലെ പെർഫോമൻസ് വൈസ് നല്ലൊരു പടമാണ്. ആ പടത്തിലെ മ്യൂസിക്കാണെങ്കിലും ബീജിയം ആണെങ്കിലും അതൊക്കെ ഒരു നൈസ് പാട്ടുമുണ്ട്, നല്ല നൈസായിട്ടൊരു ബീജിയം ഉണ്ട്. ആർട്ട് ആര് ചെയ്തിരിക്കുന്നത് പറ്റുള്ള. പിന്നെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് AK എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്, മൂവീസ് അതെനിക്ക് അറിഞ്ഞൂടാ, സ്റ്റുഡിയോസ് ഉണ്ട്. വേറെ എനിക്ക് അറിഞ്ഞോട്ടെ, വെറുതെ നോക്കിയത്. എനിക്ക് ആകെ പ്രൊഡ്യൂസേഴ്സ് വെച്ച് നോക്കിയപ്പോൾ മൂവീസ്, AK എൻ്റർടൈൻമെൻറ്റ്സ്, മീൻസ് നമ്മുടെ ഏജൻറ്റിനെ പ്രൊഡ്യൂസേഴ്സ് അറിയും. പിന്നെ ഉള്ളത് നമ്മുടെ സ്റ്റുഡിയോസ്. അവസാനമായിട്ട് തെലുങ്കിൽ ചെയ്തത് എനിക്ക് കാണുന്നത് രാജാപുരങ്ങിയാന്ന് തോന്നുന്നത്. അത് ഡിസാസ്റ്ററായി. ഇത് പണിയാണോ എനിക്കറിയില്ല, ഇടുന്നു. ബട്ട് ഇറ്റ്സ് ഗുഡ് മൂവി. ആദ്യം തൊട്ട് അവസാനം വരെ ഒരു ഫൺ ഫിൽഡ് മൂവിയാണിത്. മീൻസ് ഒരു റൊമാൻറ്റിക് മൂവിയാണ്. അതിനുള്ള എല്ലാ സാധനം ഇതിൽ കുത്തിക്ക് എന്തൊക്കെ വേണോ അതൊക്കെ ഇതിലുണ്ട്. അത്യാവശ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ്. പിന്നെ ഞാനൊരു കാര്യം പറയുന്നത്, മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ തന്നെ ഒരു അനുരാഗം എന്ന് പറയുന്ന സിനിമയുണ്ട് മലയാളത്തിൽ. നമ്മുടെ അശ്വിൻ ജോസ്, ഒരു കിഷൻ, പിന്നെ ഗൗതം വാസുദേവ്, ജോണി ആൻ്റണി, രവിയാനി, ശ്രീരേഖ അഭിനയിച്ച സിനിമയാണ്. അതിൻ്റെ കുറച്ച് കോറൊക്കെ അത് അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഒരു ഫസ്റ്റ് ഹാഫൊക്കെ ഒരു ഇൻ്റർവ്യൂവിൽ വരെ അതുപോലെ തന്നെ എടുത്തിരിക്കുകയാണ്. ഒരു കോറിലാണ് ഈ പടം പോകുന്നത്. അപ്പോൾ അത് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് മാത്രം കാണാം, അല്ലെങ്കിൽ അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ടതിന് ശേഷം ഇത് കാണാം എന്നാണ് ഈ ഒരു പടം കാണാം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പടം കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ ഇതിൻ്റെ സ്റ്റോറി ഞാൻ പറഞ്ഞില്ല. അനുരാഗത്തിൻ്റെ കോറാണ് ഫസ്റ്റ് ഹാഫൊക്കെ. പിന്നെ സെക്കൻഡ് ഹാഫ് ഇത് മാമിയും നായികയും മീൻസ് നമ്മളെ സന്ദീപ് കിഷാൻ്റെ നായികയായിട്ട് വന്ന ഇത് പറഞ്ഞു. പിന്നെ ഇത് പറയുമ്പോൾ ഞങ്ങൾക്ക് അറിയാമായിരിക്കില്ല, നമ്മുടെ അടുത്തല്ലുണ്ട് നായികയായിട്ട്.
പിന്നെ രവിചേട്ടയുടെ ആകെ ഒരു അടിയാണ്. കാരണം ഋതുവർമ്മയിൽ സിബത്തിലെ അടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഋതുവർമ്മയുടെ മാമിയാണ് നമ്മുടെ ഗ്രാവിറ്റി മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർ രണ്ടുപേരുടെ ചെറുപ്പത്തിലെ അടിയാണ്. അങ്ങനെയാണ് പറഞ്ഞിരിക്കുകയാണ് പടത്തിൽ. അപ്പോൾ അത് സോൾവ് ആക്കിയ അതാണ് സെക്കൻഡ് ഹാഫിൻ്റെ പറയണത്. ഫസ്റ്റ് ഹാഫിൽ അനുരാഗത്തിൻ്റെ, സെക്കൻഡ് ഹാഫിൽ ഇത് എങ്ങനെ സോൾവ് ആക്കി എന്നുള്ളതാണ് പറയണത്. പിന്നെ എനിക്ക് ഇത്ര പറയാനുണ്ട്. പിന്നെ ഫൈറ്റ് സീക്വൻസസ് ഒക്കെ അത്യാവശ്യം നൈസായിരുന്നു. പിന്നെ ഓൾ ക്രൂ ഇസ് സൂപ്പർ. നെഗറ്റീവ്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കിതിൽ നെഗറ്റീവായിട്ട് വല്ലതും ഫീൽ ചെയ്തത് ഇതാണ്, ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ലാസ്റ്റത്തെ ഫൈറ്റ് സീക്വൻസ് ഒന്ന് കുറച്ചും കൂടി മെനയൊക്കെയായിരുന്നു. വേറൊന്നും എനിക്ക് കുഴപ്പമായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ ഈ പടം കാണാത്തവരാണ് കണ്ടു നോക്കുക. സോറി, അനുരാഗം കാണാത്തവരാണ് അത് കണ്ടിട്ട് ഇത് കാണാം. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ ഈ വീഡിയോ ഈ പടത്തിൽ കണ്ടവരാണെങ്കിൽ അഭിപ്രായം പറയുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ആവശ്യമുണ്ടോ, അതൊന്ന് അമർത്തി താഴ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ. ഡെൽറ്റ ഡിസ്കസ്.